പ്രാർത്ഥിക്കുമ്പോഴും അത്ഭുതം നടക്കും. നീ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുമ്പോൾ അത്ഭുതം നടക്കും. നീ കണ്ണുനീരൊഴുക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യം നിനക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കും. വിശ്വാസമുണ്ടോ? എത്രപേർക്ക് വിശ്വാസമുണ്ടോ? എത്രപേർക്ക് വിശ്വാസമുണ്ട്? എല്ലാവരുടെ കാര്യം ഞാൻ കാണണം. എല്ലാവരും ഒന്ന് ഭയങ്കര ക്ഷീണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുള്ള കാര്യമുണ്ട്. കാര്യം പറയട്ടെ, നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമായാലും യേശുവുമായുള്ള കണ്ടുമുട്ടലിന്റെ അങ്ങ് തീരാവുന്നത്. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, ദൈവ സാന്നിധ്യമായിട്ടൊന്ന് കൂട്ടിമുട്ടുമ്പോൾ, ദൈവ സാന്നിധ്യമായിട്ടൊന്ന് കണ്ടുമുട്ടുമ്പോൾ തീരാവുന്നതേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. ദൈവത്തെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. വിശ്വാസം വേണം. വിശ്വാസം മുതൽ ഹൃദയം വേണം. അത് നിനക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുവാൻ തയ്യാറായി. പത്രോസ് തള്ളിപ്പറഞ്ഞ നാക്കുകൊണ്ട് പരിശുദ്ധയാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അതേ നാക്കുകൊണ്ട് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ അകത്ത് കൊണ്ടുവരാൻ തയ്യാറായി. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് അതേ നാക്കുകൊണ്ട് പരിശുദ്ധയാത്മാവിന്റെ അഭിഷേകം വീണ് കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ചപ്പോൾ 3000 പേര് അകത്ത് കയറുവാൻ തയ്യാറായി. പോരാ പോരാ പോരാ. സാരമാണ് അമ്പരാധന നിലത്തല പ്രവർത്തന നമർക്ക സങ്കൈരമനദാദന വിമാന ശബ്ദരാധന ലക്കര മനക ശബ്ദരാധന ലക്കേ മനക ശബ്ദരാധന നമർത്തിനി അമ്പര പ്രവർത്തന രഹസ്യ പ്രവർത്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് അകത്ത് കയറുവാൻ തയ്യാറായി. അതാണ് അഭിഷേകത്തിന്റെ പ്രത്യേകത. സാധ്യതയില്ലെന്ന് പറയുന്നിടത്ത്, ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് പറയുന്നിടത്ത് അഭിഷേകം ചലിച്ചാൽ സാധ്യതകൾ താനെ ഉളവായി വരും. വഴികൾ താനെ തുറന്നു വരും. അടഞ്ഞത് താനെ തുറക്കും. ഓ റഖാമന ഹംദരാവന. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടോ? അഭിഷേകം പ്രാപിച്ച ഈ പത്രോസിനെ ഹെരോദാവ് പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് 1, 2, 3 ഡോർ, 3 ഡോറിനകത്ത പത്രോസ് കിടക്കുന്നത്. ഹെരോദാവ് പിടിച്ച് കാരാഗ്രഹത്തിനകത്തേക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ ഈ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ അധികാരികൾ ഒരു നിയമം അവർ കൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ആ നിയമത്തെ മാറ്റാൻ പറ്റുമോ? പറയണം. അതിനകത്തൊന്ന് പറയണം. മാറ്റാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമോ? അത്രയും ഹോൾഡൊന്നും എന്ത് ചെയ്തില്ല, നമുക്കില്ല. ഇതേപോലത്തെ ഒരു സാഹചര്യം ഹെരോദ രാജാവ് എന്ത് ചെയ്തിരിക്കുക? പത്രോസിനെ പിടിച്ചിരിക്കുക. വേറെ ആരെയും പിടിച്ചിരിക്കുന്നത്? രാജാവാണ് പിടിച്ചിരിക്കുന്നത്. കൺട്രോളർ, അതോറിറ്റിയുള്ള മനുഷ്യൻ, അധികാരമുള്ളവൻ ആരെ പിടിച്ചിരിക്കുന്നത്? പത്രോസിനെ പിടിച്ചിരിക്കുന്നത്. പക്ഷെ പത്രോസിന്റെ മേൽ വേറൊരു അധികാരം ചലിക്കുന്നുണ്ട്. പത്രോസിന്റെ മേൽ മറ്റൊരു അധികാരമുണ്ട്. അത് ഭൂമിയിലെ അധികാരമല്ല, അത് മനുഷ്യന്റെ അധികാരമല്ല. സാക്ഷാൽ പത്രോസിനെ ഉളവാക്കിയ, സാക്ഷാൽ പത്രോസിനെ മെനഞ്ഞവൻ സ്വർഗീയമായ ഒരു അധികാരമാണ് ചലിക്കുന്നത്. Praise God. Praise God. Hallelujah. പത്രോസിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു അധികാരം ചലിക്കുന്നു. നമ്മളാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമോ? പിന്നെ യാക്കോബിനെ ഇതേപോലെ എന്ത് ചെയ്തു? ഈർച്ചവാളാൽ യാക്കോബിനെ രക്ഷിക്കാൻ പറ്റിയില്ല. യാക്കോബിനെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ ആ സഭ പരാജയപ്പെട്ടില്ല. ആ സഭ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. ആ സഭ പിന്മാറി കൊടുക്കാൻ തയ്യാറായില്ല. പത്രോസിനെ അവർ മുമ്പിൽ വെച്ച് പിടിച്ചുകൊണ്ട് പോയി. എങ്കിലും അവർ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. എങ്കിലും അവർ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ഞാൻ അതാ പറഞ്ഞ, അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഒന്നിനെയും അടയ്ക്കാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഒരു വാതിലും അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത്? കേട്ടോളാം. ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുക. 1 മണി വരെയുള്ള സമയമാണ് നിങ്ങളുടെ മുന്നിൽ. ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോണം.
ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് ഏത് വിഷയമായിട്ടാണോ നീ സ്റ്റെപ്പ് ചവിട്ടി ഇതിനകത്ത് കയറി വന്ന് ഈ കസാരയിൽ ഇരിക്കുന്നത്, ഏത് പ്രയാസമായിട്ടാണോ നീ ഇതിനകത്ത് കയറി വന്ന് അവിടെ ഇരിക്കുന്നത്, ആ വിഷയത്തിനകത്ത് പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ്, അതാ പ്രാർത്ഥനയുടെ പ്രത്യേകത, അതാ അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചാലുള്ള ഗുണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നോട് ചേർന്ന് പ്രതികരിക്കാൻ പറ്റുമോ? എന്നോട് ചേർന്ന് ആരാധിക്കാൻ പറ്റുമോ? നിന്റെ ആരാധനയ്ക്കകത്ത് ദൈവം നിനക്ക് വേണ്ടി തന്റെ അനുകൂലത വെളിപ്പെടുത്തും. ഒന്ന് രണ്ട് മിനിറ്റുകൾ കരങ്ങളെ അടിച്ച് അതരങ്ങളെ തുറന്ന് അന്യഭാഷയിലൊന്ന് പ്രതികരിച്ചു. എല്ലാവരും അതരങ്ങളെ തുറന്ന് അന്യഭാഷയിൽ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Come on. Praise the Lord. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയുടെ മറുപടിയെ അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് കൊണ്ടുകൊടുക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് പത്രോസ് ആ പ്രാർത്ഥന റൂമിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഡോറെ പത്രോസ് മുട്ടി. വചനം പറയുന്ന രോധ എന്നൊരു പെൺകുട്ടി ഓടി വന്ന ആ കതക് തുറന്നപ്പോൾ ദേ നിൽക്കുന്നു പത്രോസ്. മണിക്കൂറുകൾക്ക് മുമ്പ് പിടിച്ചുകൊണ്ട് പോയ പത്രോസ് ദേ വന്ന് നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് ദൈവം പ്രവർത്തിച്ചാലുള്ള ഗുണം. നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ പെൺകുട്ടി പറ, ദേ പത്രോസ് വന്ന് നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ ചിലർ പറയാൻ പോവാ. ഇതിനകത്ത് വിശ്വാസത്തോടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലര് ഇങ്ങനെ പറയാൻ പോവാ, ഇതെങ്ങനെ സംഭവിച്ചു? യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ചില ആശ്ചര്യ കാര്യങ്ങള്, ചില അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങള് ദൈവം നിനക്ക് വേണ്ടി തുറക്കുകയാ. ദൈവം നിനക്ക് വേണ്ടി തുറന്നു വിടുകയാ. നിങ്ങളെ പ്രാർത്ഥിച്ചു, അതിനം തുറന്ന് പ്രാർത്ഥിച്ചു. ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചിരിക്കുന്ന ചില വിഷമങ്ങളുടെ മേൽ ദൈവകരം അനുകൂലമായി ചലിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുക. ഓ റഗലമൻ ഹബരമനഗതുടരാവല ലംറ ഹസത്തേരി പ്രവർത്തലാവല. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. എൻ്റെ കർത്താവ് പ്രവർത്തിച്ചാൽ, ഞാൻ പ്രസംഗിക്ക് കർത്താവ് ചെയ്താൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നീ ആശ്ചര്യപ്പെട്ടു പോകും, നീ അത്ഭുതപ്പെട്ടു പോകും, നീ എക്സൈറ്റഡ് ആകും. ഹല്ലേലൂയ. ഹെരോദാവേ, നിനക്ക് തെറ്റി. പത്രോസിനെ എനിക്ക് ആവശ്യമുണ്ടടാ. പത്രോസിനെ എനിക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അവൻ്റെ മേലിട്ടിരിക്കുന്ന നിയോഗങ്ങൾ തീർന്നിട്ടില്ല. എൻ്റെ വിളിക്ക് അനുസരിച്ച് അവൻ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ പറയാം, പ്രാർത്ഥനയുടെ അവസാനത്തിൽ
ശുശ്രൂഷയുടെ ആരംഭത്തിൽ തകർക്കാൻ നോക്കിയപ്പോൾ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ, പ്രാർത്ഥനയുടെ അവസാനത്തിൻ്റെ മുമ്പ് മറുപടിയെ ദൈവം അവരുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുവാനിടയായി തീർന്നു. വാതിൽ തുറന്നപ്പോൾ പത്രോസ് ദേണ്ട അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ആശ്ചര്യപ്പെട്ടു. ഇതെങ്ങനെ സംഭവിച്ചു? അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ വായിക്കുന്ന ഇതാ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ അകത്ത് തൻ്റെ ദൂതനെ ദൈവം ഇറക്കുവാനിടയായി തീർന്നു. തൻ്റെ ദൂതനെ ദൈവം ഇറക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയും ചിലത് ചെയ്യാൻ പറ്റും. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞു വന്നത് അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങൾ വരണം. അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ പറഞ്ഞത്, അഭിഷേകമുള്ളവൻ പ്രാർത്ഥിച്ചാൽ മനുഷ്യൻ ആശ്ചര്യപ്പെടും. അഭിഷേകമുള്ളവൻ ആരാധിച്ചാൽ മനുഷ്യൻ അത്ഭുതപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? തുറക്കുമെന്ന് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതനെ അതിനകത്തോട്ടങ്ങ് ഇറക്കി. ഈ എന്തിനു വേണ്ടിയായിരിക്കും പത്രോസിനെ 3 വാതിലടച്ച് അതിനകത്തിട്ടത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനു വേണ്ടിയായിരിക്കും 3 വാതിൽ? 1, 2 പട്ടണത്തേക്ക് പുറത്തേക്കുള്ള ഒരെണ്ണമുണ്ട്. 3 എണ്ണത്തിനകത്ത് എന്തിനാ പത്രോസിനെ ഇട്ടത്? പറ. പത്രോസ് ആരാ? ഒരു മനുഷ്യനാ. പറഞ്ഞാൽ പോരെ? നിങ്ങൾ പറയണം, ഒരു ദൂതുണ്ട് ഇതിനകത്ത്. ഇത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഒരെണ്ണം പോരെ? എന്തിനു വേണ്ടിയാ 3 എണ്ണത്തിനകത്ത് അടച്ചിട്ടത്? അവർക്ക് മനസ്സിലായി, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അവനെ ഞങ്ങൾ ഉപദ്രവിച്ചു, വളരെ അടുപ്പിച്ചു, ക്രൂശിക്കുക വരെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. പോരാ, അവിടെ കൊണ്ട് തീർന്നില്ല. കാവൽക്കാരെ നിർത്തി മുദ്രയിട്ട്, എടാ ഇവൻ്റെ ഉടയവൻ, ഇവൻ്റെ ഗുരുവിനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിക്കാൻ നോക്കിയതാ, ലോക്ക് ചെയ്യാൻ നോക്കിയതാ. ഞങ്ങൾ ഉരുട്ടി വെച്ച കല്ലും തകർത്ത് മുദ്രയും പൊട്ടിച്ച് എന്തിനേറെ പറയുന്നു, കാവൽക്കാരെ പോലും പരാജയപ്പെടുത്തി. ഇവൻ സേവിച്ച ഉടയവൻ പുറത്തു വന്നതാ. കർത്താവ് പുറത്തു വന്നെങ്കിൽ നിങ്ങളും പുറത്തു വരും. കർത്താവിനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നെയും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കർത്താവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെയും ഒതുക്കാൻ കഴിയല. ഓ റകലമൻ ഹവടരഗദലഗ ശംബരാദലരഗ ഉടമനഗ ദുടഗ ശംബരാദല ലർദലമനഗ ദുഡിരിബിരി അത്തല പ്രവാർദല ലർദല മനഗ ദുടര റഗത്തര പ്രവർത്തലാദല റിമാർത്തലെ ശഗത്തലേദി അമ്പല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാർക്കറിയാം? ഇതവർക്കറിയാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ് പത്രോസിനെ പിടിക്കുന്ന കൊള്ളാം, അവൻ ഇച്ചിരി വിഷയക്കാരനാണ്. അവൻ നിസ്സാരക്കാരനല്ല, അവൻ അസാധാരണ അഭിഷേകമുള്ളവനാണ്. പിടിക്കുന്ന കൊള്ളാം, ചുമ്മാ അതൊന്നും ലോക്ക് ചെയ്യരുത്. 3 എണ്ണത്തിനകത്ത് അങ്ങ് ഇട്ടോണം. ലോക്ക് ചെയ്യുകയാണെങ്കിൽ 3 വാതിലിനകത്തിട്ട് ലോക്ക് ചെയ്തോണം. ഇപ്പം അവൻ ഒരു കാരണവശാലും പുറത്ത് ചാടരുത്. അങ്ങനെ ചിലരെ പൂട്ടിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് എന്ന് പറയുക, എങ്ങനെയൊക്കെ നിന്നെ പൂട്ടിയാലും, സകല പഴുതുമടച്ച് നിന്നെ പൂട്ടിയാലും കർത്താവിനത് വിഷയമല്ല. അതിൻ്റെ നടുവിലും ദൈവം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാനിടയായി തീരും. അവൻ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരങ്ങളെ തുറന്ന് കരമടിച്ച് 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ ഒന്ന് പ്രതികരിച്ചു. സകല പഴുതും അടച്ചു നിന്നെ പൂട്ടിയാലും
എന്റെ കർത്താവിനത് വിഷയമല്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അതിന്റെ നടുവിലും പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഇറങ്ങി വരും. ഇപ്പൊ മനസ്സിലായി എന്തിനാ 3 വാതിലിട്ട് പൂട്ടിയെന്ന്? എന്തിനാന്ന് മനസ്സിലായി ഇപ്പൊ 3 വാതിലിട്ട് പൂട്ടിയെന്ന്? കർത്താവിന് ഇതുപോലെ എന്ത് ചെയ്തതാ? ഇവരിന്ന് പൂട്ടാൻ നോക്കിയതാ. ഇത്രയും അടിച്ച് ഉപദ്രവിച്ച് ദേഹമാസകല മുഴവ് ചാല് പോലെയാക്കി, കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക വിധമാക്കുവാനിടയായി തീർന്നു. ഇത്രയും ഉപദ്രവിച്ചിട്ട് യേശുവിനെ എന്ത് ചെയ്തു? വീണ്ടും അവർ പുറത്തു വരരുതെന്ന് പറഞ്ഞ് മാക്സിമം എന്ത് ചെയ്തു? ലോക്ക് ചെയ്ത് വെച്ചു. അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പോയതാ. അവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു പോയതാ. ദേ, നിനക്കെതിരെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പരാജയപ്പെടാൻ പോകുകയാ. ചിലത് പരാജയപ്പെടാൻ പോകുകയാ. ചിലത് തോറ്റു വഴിമാറാൻ പോകുകയാ. ഓ ശരമനകമരകതലക അർത്ഥരാതല വൈരമനക തുടരാതല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. കേട്ടോണേ. പത്രോസിനെയും ഏകദേശം ഒന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ കല്ലറയുടെ മുഖത്തൊരു കല്ലും മുദ്രയും പടയാളികളെ നിർത്തി. പക്ഷെ പത്രോസിനെ ലോക്ക് ചെയ്തത് ഇച്ചൂടെ കഠിനമായ രീതിയിലാണ്. 3 വാതിലുകൾ നിർത്തിയിരിക്കുന്ന കാവൽക്കാരെത്ര? 4 ചേവകർ ഉൾപ്പെടുന്ന സംഘത്തെയാണ് നിർത്തിയിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ എത്ര കൊടുത്തിരിക്കുന്നത്? പത്രോസ് അകത്ത കിടക്കുന്നത്, 3 വാതിലിനകത്ത് കിടക്കുന്നത്. വെളിയിൽ പ്രൊട്ടക്ഷൻ എന്തോ അതിനെക്കാട്ടും വലുത്. സത്യം പറഞ്ഞ ഇവർ പൊട്ടന്മാരല്ലേ? ഈ കാവൽക്കാരെയും കൊണ്ട്, ഈ ഇരുമ്പ് വാതിലിനെ കൊണ്ട് അങ്ങനെ പത്രോസിനെ ഒതുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയണം. പറ്റുകയില്ല. പ്രാർത്ഥനയ്ക്ക് അതിനെയൊക്കെ പുഷ്പം പോലെ എന്ത് ചെയ്യുക? പൊളിക്കാനുള്ളതേ ഉള്ളു. ഇപ്പം നീ വിശ്വസിച്ച് സ്തോത്രം പറ. ഈ സ്തോത്രത്തിന് നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റും. അധികം കൈയടിച്ചാലും കുഴപ്പമില്ല, ആരാധിച്ചാലും ഒരു സ്തോത്രമേ പറഞ്ഞുള്ളല്ലോ. അത് വിശ്വാസത്തോടെ പറ. അത് നീ പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്നിടത്താണ് നീ ഒരു സ്തോത്രം പറയുന്നത്. വിശ്വാസമുള്ള ഹൃദയത്തോടെ സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും ആ സ്തോത്രം ചലനമുണ്ടാക്കുവാനിടയായിത്തീരും. ആ സ്തോത്രം മാറ്റങ്ങളെ കൊണ്ടുവരുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? കർത്താവിൻ്റെ ദൂതനെ അതിനകത്ത് ഇറക്കി പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീർന്നു. പത്രോസ് പറയാ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. പ്രാർത്ഥിച്ചു. അങ്ങനെ ചില വിടുതൽ നടക്കാൻ പോവാ. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? നിങ്ങൾ പറയും. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ചിലതിനെയും ചെയ്യാൻ പറ്റും. അങ്ങനെയും ചിലത് പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാ വിശ്വാസി? ആരാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു നിർവചനം കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ആരാ വിശ്വാസി എന്ന് പറയുന്നത്? കർത്താവ് എൻ്റെ മനസ്സിൽ നിന്നൊരു ആശയമുണ്ട്. നടക്കാത്തതിനെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. ഒന്നുകൂടെ പറയാം, നടക്കാത്തതിനെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. അങ്ങനത്തെ വിശ്വാസികൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടോ? നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണോ? നടക്കത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുക നടക്കുമെന്ന്. ഞാൻ വിശ്വസിക്കുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആരെ നോക്കാനാ പറഞ്ഞത്? യേശുവിനെ നോക്കാനാ പറഞ്ഞത്. ആരാ ഇത് മുൻപോട്ട് ചലിപ്പിക്കുന്നത്? ആരാ ഇത് ചെയ്തു തരുന്നത്? വിശ്വാസത്തിന് ഒരു നായകനുണ്ട്.
അവൻ പൂർത്തി വരുത്തുന്നവനാണ്. അവൻ ഇൻകംപ്ലീറ്റ് ആക്കുന്നവനല്ല, അവൻ കംപ്ലീറ്റ് ആക്കുന്നവനാണ്. സകലതിനെ എന്ത് ചെയ്യും? പൂർത്തീകരിക്കുവാനിടയായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. എന്നെ ഭയങ്കരമായി ആശ്ചര്യപ്പെടുത്തുവാനിടയായി. നടക്കാതെ നടക്കുമെന്ന് വിശ്വസിക്കൂ. അടുത്ത പറയാം, അതാണ് ആ വിശ്വാസി. അങ്ങനെ ആവണം വിശ്വാസി. കാരണം എന്താ? യേശു എന്നോട് പറഞ്ഞു, നീ എൻ്റെ മിനിസ്ട്രിയിലേക്കൊന്ന് നോക്കിക്കേ. സംഭവിച്ചതെല്ലാം നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളല്ലേ, എന്നെ ശ്രദ്ധിക്കണേ. യേശു എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ എൻ്റെ മിനിസ്ട്രിയിലേക്കൊന്ന് നോക്കിക്കേ. കഴിഞ്ഞ 3.5 വർഷം നടന്നതെല്ലാം നടക്കാൻ സാധ്യതയുള്ളതാണോ? പറ, നിങ്ങൾ പറ. കഴിഞ്ഞ 3.5 വർഷം യേശുവിൻ്റെ മിനിസ്ട്രിക്കകത്ത് നടക്കാൻ സാധ്യതയുള്ളതാണോ? പച്ചവെള്ളത്തിൻ്റെ നിറം മാറുമോ? പച്ചവെള്ളത്തിൻ്റെ രുചി മാറുമോ? നടക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്തു? നടന്നു. എൻ്റെ മിനിസ്ട്രി നോക്ക് നീ. ഭയങ്കരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. എൻ്റെ മിനിസ്ട്രി നോക്ക് നീ. കളറ് മാറ്റുന്ന ഒരു വ്യക്തിയെ ബൈബിളിൽ പറയുന്നുള്ളൂ. വെള്ളത്തിൻ്റെ കളറ് മാറ്റിയ ഒരു വ്യക്തി. ആരാ അത്? പഴയ നിയമത്തിൽ കാണാം, മോശ വടി കൊണ്ട് തൊട്ടപ്പോൾ എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ കളർ എന്ത് ചെയ്തു? ചുമന്നതാകുവാനിടയാത്തു, രക്തത്തിൻ്റെ കളറാകുവാനിടയാത്തു. പിന്നെ ആരും അങ്ങനെ വെള്ളത്തിൻ്റെ കളറ് മാറ്റിയതായിട്ട് ബൈബിൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെ പഠിക്കുമ്പോൾ യേശു മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. യേശു ചെയ്തതിനൊരു പ്രത്യേകതയുണ്ട്. യേശു വെള്ളത്തിൻ്റെ നിറം മാത്രമല്ല, അതിൻ്റെ രുചിയും മാറ്റുവാനിടയാത്തുന്നു. അതിൻ്റെ രുചിയും മാറ്റിയിട്ട് നിസ്സഹായരായിരുന്ന, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ അങ്ങനെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഇങ്ങോട്ട് പോരുന്നിടം വരെ ഒരു മാറ്റവുമില്ലായിരുന്നു അഭിഷേകത്തിന് മേൽ. ഇതിനകത്ത് കയറിയിരിക്കുന്ന സമയം വരെ ഒരു മാറ്റവുമില്ലായിരുന്നു. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ്, ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ, ഈ സമയം നീ പ്രാർത്ഥിക്കുമ്പോൾ പച്ചവെള്ളത്തിന്റെ നിറം രുചി മാറിയതുപോലെ സമൂലമായ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്. ഒരു നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്. പ്രാർത്ഥനയോടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്. അന്യഭാഷ ഒരു നിമിഷം ഒന്ന് ആരാധിച്ചാട്ട്. എല്ലാവരും കണ്ണുകളെ അടച്ച് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മുമ്പിൽ ഈ സമയം വരെ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ ശബ്ദത്തിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ച്, ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ കർത്താവ് ചില അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയായിത്തീരും. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയായിത്തീരും. ഒരു നിമിഷം എല്ലാവരും അതരങ്ങളെ തുറന്ന് അന്യഭാഷ